ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഊട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഡേ 1 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലും ഡേ 2 കാര്യങ്ങൾ ഞാൻ നാളെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വ്ളോഗ് എടുക്കില്ല എന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ രണ്ട് ഷോർട്സ് ഇട്ടാൻ പക്ഷേ എന്തോ എനിക്കൊരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. അതുകൊണ്ട് വ്യൂവേഴ്സ് ഈ കുട്ടിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 9 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കരിക്ക കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 1:30-2 മണിയാവുന്ന സമയത്ത് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോസ്റ്റായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് അതേനും കഴിച്ച് ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറ്റിയെന്ന് മാത്രം. നമ്മളിവിടെ കുറേ നേരമായി പോസ്റ്റ്, ഒരു മനുഷ്യൻ വന്ന് ഫുഡ് തന്നില്ല. വാടി ഉടങ്ങിപ്പോയി എല്ലാവരും. അളമന്ന ചക്ക ചേച്ചിയാണ്. പറഞ്ഞിട്ടില്ല. ഊട്ടി എത്തുന്നതിൻ്റെ ഒരു 25 കിലോമീറ്റർ മുന്നേ ഉള്ള ഈ ഓറഞ്ച് പീക്ക് ഓയിലാണ് കേട്ടോ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഐസ്ക്രീം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റേറ്റ്, ക്വാണ്ടിറ്റി കുറച്ച്. കേൾക്കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നടി ഫുഡ്? എനിക്ക് ഇഷ്ടപ്പെട്ടാ? ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം? ചിക്കുൻ എങ്ങനെ ഉണ്ടായിരുന്നു? കോട്ടഗിരി കഴിഞ്ഞു. കോത്തഗിരി ആ അതന്നെ വിചാരിച്ചിട്ടാ. അച്ഛ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ഹോട്ടലിലെ വണ്ടി നിർത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഫുഡ് കഴിക്കും. ഫുഡ് എല്ലാവരും ഒന്നും വേസ്റ്റ് ആയില്ല. നീ മെനു നോക്കി അതെല്ലാം കറക്റ്റായി. ഹലോ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയൊരു 20-25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പെൻഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കുലുക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒന്ന് ടയേർഡായിട്ട് തോന്നുന്നു കണ്ണൊക്കെ അല്ലേ? ശരി, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. ഭയങ്കര തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ. തണുപ്പിങ്ങനെ കളിക്കളാന്ന്. അപ്പോൾ ഗൈസ്, നമ്മളൊരു 3:30 ആ ടൈം ആയപ്പോൾ കുട്ടി എത്തിയായിരുന്നേ. അതിനുശേഷം നമ്മൾ നേരെ പോകാൻ പോകുന്നതിന് ദൊണ്ടബെട്ട പീക്ക്. ഇതിന് സൂസൈഡ് പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ദൊണ്ടബെട്ട പീക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇതെടുക്കാം. ഇതന്നെയാണ് പ്രൊണൗൺസിയേഷൻ തോന്നുന്നത്. തെറ്റാണെന്നെങ്കിൽ എന്നോട് ഇന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതേ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുരാജ സർവീസാണ്. കുറേ നേരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് നടക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല, കാരണം കൂടുതൽ സ്റ്റെപ്സുകളുണ്ട് അടിയിൽ. അങ്ങനെ ഇതേ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ നേരെ ഈ വ്യൂ പോയിന്റിൽ മേലെ കയറിയിട്ട് വ്യൂസ് കാണാൻ പോവുകയാണ്. അതിനുശേഷം നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെയുള്ള കുറച്ച് വ്യൂവും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരെ കാണിച്ചു തരാവേ. കൈയൊക്കെ വിറച്ചിട്ട് തണുക്കണു. ഇനി നേരെ താഴോട്ട് പോകാൻ പോകുന്നു കേട്ടോ. ഇവിടെ ശരിക്കും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ നോർമലി ഊട്ടിയിലെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചില സമയത്ത് പെട്ടെന്നായിരിക്കും മഴ വരുന്നതൊക്കെ. പക്ഷേ നമ്മൾ പോയ ടൈം എന്തുകൊണ്ടും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഓവറായിട്ട് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നേ. സോ ഗൈസ്, നമ്മളിവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മോന്തകളാണ്. ആൻഡ് ഫോട്ടോ കിട്ടി. സൂപ്പർ സൂപ്പർല്ലേ? എന്നെ കാണണേ ഇല്ല വീഡിയോയില്. ഗൈസ്, വീഡിയോ എടുത്തില്ല, ഞാനില്ല. അതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു.
അമ്മ പറയൂ ഈ സ്ഥലം എങ്ങനെയുണ്ട്? നന്നായിട്ട് നല്ല കാണാം, നല്ല തണുപ്പും ചൂട് കോഫി, ലെമൺ ടീ. കീർത്തി വരെയോ? ഡീസൻ്റ് ഞാൻ കീർത്തിയോട് സംസാരിക്കുന്നത്, നീ അപ്പോൾ നേരെ പറയണം. ചൂട് സമയത്ത് വരാൻ പറ്റിയ സ്ഥലം. ഓ തണുപ്പുണ്ടോ കീരി? ഒന്ന് നമ്മളിവിടെ നിന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ നേരെ കയറുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച കാര്യങ്ങളായിരിക്കും. കുറേ ആക്സസറീസും കുറേ പർച്ചേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്വെറ്റേഴ്സ് എല്ലാം ഭയങ്കര രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു ഓരോന്നും കാണാനായിട്ട്. അതേപോലെ നല്ല നല്ല ഫുഡ് കുറേ ഇങ്ങനെ, ഇതിപ്പോൾ കാടമുട്ടയാണ് കേട്ടോ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം എന്തായാലും കഴിച്ചിട്ട് നേരെ ഫുഡ് കഴിച്ച് ഇറങ്ങിയത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വിശക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കഴിച്ച് നേരെ പോകുന്നത് ഇനിയിപ്പോൾ ടീ ഫാക്ടറി അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. ഇരിക്കുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയി, ചെവിയും പോയി, അതൊന്നും കേൾക്കണില്ല. സൗണ്ട് ഉണ്ടോയെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ കണ്ടു. ഇനി നമ്മൾ ടീ ഫാക്ടറിക്കാണ് പോണം കേട്ടോ. കണ്ടില്ലേ, ഇതിൽ വീഡിയോ അലോഡ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കാത്ത പോലെ ഇരുന്നു നോക്കാം. വെറുതെ വിടുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാം, പിന്നെ വീഡിയോ എടുക്കാം. ഹലോ ഗൈസ്, ഇതാണ് ടീ ഫാക്ടറിക്കുള്ള വഴി. ഇവിടെ ഇത് ഇലയൊക്കെ ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. ഇത് നല്ല മണം, ചായപ്പൊടിൻ്റെ. ആ അപ്പോൾ ഇതേ ടിക്കറ്റൊക്കെ എടുത്ത് ഇതുപോലൊരു ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ടീ ഫാക്ടറിയിലോട്ട്. ആദ്യം ഇവിടെ ഹിസ്റ്ററി ഓഫ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവരിവിടെ കുറേ പേർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല ഈ ഇലൻ്റെയൊക്കെ ഉണ്ടല്ലോ, നല്ല ഈ ചായപ്പൊടീൻ്റെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു മസാല ടീൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരുന്നു ഇതിൽ. പിന്നെ ഇടയിൽ ഒരു മൈലാഞ്ചിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ സൗണ്ട് ഇടാത്തതിൻ്റെ കാരണം വെച്ചാൽ സൗണ്ട് അവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നു ഈ മെഷീൻ്റെ, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. പക്ഷെ നല്ല വ്യൂ അല്ലേ കാണാൻ. ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഒരു വ്യൂ ഉണ്ട് ശരിക്കും, പക്ഷേ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയിൽ ഇത്രേ കാണുന്നുള്ളൂ എന്ന് മാത്രം. നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. കുഞ്ഞു 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 സംഭവങ്ങളാണ്. ഇത് മൊത്തം വീടുകളാണ്. നല്ല വ്യൂ. റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ ഇവിടെ കാണുന്ന റോഡാണ്. അപ്പോൾ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ടാവും. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. കണ്ടില്ലേ ഗൈസ്, ഇത് ചായപ്പൊടിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാങ്ങിയത് ഈ മസാല ടീ ആണ്. പിള്ളേർക്ക് കിട്ടിയിട്ടില്ല, അവർ വാങ്ങിയിട്ട് കുടിക്കാം. ഞാൻ എന്തായാലും ഈ മസാല ചായ ഒന്ന് കുടിക്കട്ടെ. ഇപ്പം നമുക്ക് കിട്ടിയത് ഒരു ഫ്രീ ടീ ആയിരുന്നു, ഒരു ട്രയൽ പോലെ. അതായത് നമുക്ക് ഇങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചായ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടുത്തെ ടീ പൗഡേഴ്സൊക്കെ വാങ്ങുമല്ലോ. സോ അതിന് വേണ്ടി അവർ ജസ്റ്റ് ഒരു പ്രൊമോഷൻ പോലെ ജസ്റ്റ് ഒരു ഫ്രീ ടീ ഒക്കെ തന്നു. അപ്പോൾ അതെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇതേ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നത് ഇതേപോലെ ഒരു ടീ ഷോപ്പാണ്, ടീ പൗഡർ ഷോപ്പ്. ഞാൻ ഇവിടെ പല വെറൈറ്റി ഓഫ് ടീ കാണാൻ പറ്റും, പല വെറൈറ്റി ഞാൻ കണ്ടിട്ടേ ഇല്ല ചിലതൊന്നും. അപ്പം ഞാൻ ഓരോന്ന് ഓരോന്നിട്ട് കാണിച്ചു തരാവേ. ഹൽദി വാലി ചായ്, ജിഞ്ചർ ടീ. ഇത് പല ടൈപ്പ് ടീ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു പേര് നോക്കിയേ, ലേഡി ഏൾ ഗ്രേ, അങ്ങനെ തന്നെയല്ലേ, ലേഡി ഏൾ ഗ്രേ ബ്ലാക്ക് ടീ. മസാല ടീ അത് നോർമൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് ജാസ്മിൻ ഗ്രീൻ ടീ ആൻഡ് ദിസ് ഇസ് ഇത് നോർമൽ ടീ. ഇത് മിൻറ്റ് ടീ. ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീസ് ഉണ്ട്. തൊട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ ചോക്ലേറ്റ് ഷോപ്പാണ് ഉള്ളത്. ഇതിൽ പല വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്, ഡിഫറെൻറ്റ് ചോക്ലേറ്റ്. ഡാർക്ക് ആൽമണ്ട്, ഈ ചോക്ലേറ്റ് വാങ്ങുമല്ലേ.
നല്ല ടേസ്റ്റാണ്. അതും ടേസ്റ്റ്. ഇത് നോക്ക്, ഇത് രണ്ടെണ്ണം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. സ്പെഷ്യൽ കാഷ്യൂ, സ്പെഷ്യൽ പിസ്ത. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയായിരുന്നു കേട്ടോ. ചോക്ലേറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അതിന് തൊട്ട് താഴെയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നേച്ചുറലായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ്, അതായത് എസെൻഷ്യൽ ഓയിൽ, അതുപോലെ ഷാംപൂ, പെർഫ്യൂംസ് ആൻഡ് ലിപ് ബാം, അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെ, പക്ഷേ അതിനനുസരിച്ച് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല, കാരണം പോക്കറ്റ് കാലം ഒരെണ്ണത്തിന് തന്നെ നല്ല റേറ്റ് ആയിരുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ആൻഡ് ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. ചിലതൊക്കെ നമ്മൾ നോക്കി വാങ്ങുകയാണെങ്കിൽ നല്ല 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 കുറേ സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നെയിൽ പോളിഷൊക്കെ എടുത്തായിരുന്നു. സത്യം പറഞ്ഞാൽ വാങ്ങുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ഈ ഇയറിങ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ലുക്കും ക്വാളിറ്റി വൈസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ, ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് കസിന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ്, അത് പോകുന്നില്ല, വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെയാണ്. അപ്പോൾ ശരിക്കും 99 രൂപയ്ക്കാണ് ഇവിടെ ലിപ്സ്റ്റിക്ക് കിട്ടുന്നത്. ഗായ്സ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഒന്നും വാങ്ങാതെ പോകാൻ പറ്റില്ല. കാരണം അതുമാതിരി സാധനങ്ങളാണ്. ചെറിയ പിള്ളേരിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ 3D ഫിലിമൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പോകും. അപ്പോൾ പൈസ പോണ വഴി അറിയില്ല. എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. നമുക്ക് ക്വാളിറ്റി ആയിട്ട് നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ സാധനങ്ങൾ കിട്ടും. നെയിൽ പോളിഷിനൊക്കെ 29 ഉള്ളൂ. അതേപോലെ ലിപ്സ്റ്റിക്കിനൊക്കെ ഭയങ്കര വില കുറവാണ്. എന്നാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ച് വാങ്ങണം. അല്ലാതെ അന്തം പോയി വാങ്ങിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ സാധനങ്ങളും കിട്ടുമൊന്നുമില്ല. അപ്പം അങ്ങനെ മൊത്തം ബില്ല് ഏകദേശം 582 ആയി. ഇവിടെ മാത്രം ഇത് കണ്ടി, ഇവിടെ മാത്രം 582 ആയി. ബാക്കി ചോക്ലേറ്റ് പിന്നെ ടീ അങ്ങനെയായിട്ട് ബില്ല് ഭയങ്കര കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സാധനം ഈ ബാൻഡ് കാണിച്ചു കഴിഞ്ഞാൽ പൈസ കുറയുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചിലവിടെ മാത്രം കുറയുള്ളൂ. വെറുതെ സ്കാൻ ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ പൈസ ഒന്നും കുറയുന്നില്ല. സെയിം എമൗണ്ട്, വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എല്ലാം ഉണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വേറെ പുറത്തും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല എമൗണ്ട് ചിലവാക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇറങ്ങട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ്. ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ജെമിനി ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളോടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ കുറേ ഫ്ലവേഴ്സ് കണ്ടു, നല്ല രസമായിരുന്നു. പക്ഷേ അതിൽ ഡോണ്ട് ടച്ച് ചെയ്തിരുന്നാൽ നമ്മൾ ടച്ച് ചെയ്തിരിക്കില്ല. കുറേ ടച്ചൊക്കെ നോക്കി ചെയ്തിട്ടാണ് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു, രാവിലെ ഫുൾ ട്രാവലിംഗ് ആയിരുന്നല്ലോ. അതിനിടയിൽ പിന്നെ ഒരുപാട് നേരം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ ക്ലൈമറ്റ് ഭയങ്കര കോൾഡാണെങ്കിലും അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. സോ ഈ കോൾഡ് ക്ലൈമറ്റ് നടക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ ടയേർഡ് ആവുക. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. നേരെ റൂമിലിട്ട് ഇന്ന് കിടക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഹോം സ്റ്റേയുടെ സർവീസസ് അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു ട്രാഫിക്കുള്ള ഏരിയയിലൊന്നും ആയിരുന്നില്ല. എന്നാൽ നല്ല നാച്ചുറൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമായിരുന്നു. അതേപോലെ തന്നെ സർവീസസും അടിപൊളിയാണ്, ഈവൺ അഫോർഡബിളും ആയിരുന്നു. ഇത് കൊള്ളാട്ടോ ഗൈസ്. ആ അലമ്പായിട്ടിരിക്കുകയാണ്, പക്ഷെ കാണാൻ രസമില്ലാത്തത്. പക്ഷെ കൊള്ളാം. ഞാൻ കൊള്ളില്ലെങ്കിൽ ഈ സംഭവം കൊള്ളാം. ഭയങ്കര കഥക്ക്. അമ്മ റൂം എങ്ങനെയുണ്ട് അമ്മ? ട്രാവൽ എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ എന്താണ് കാൽ തണുക്കണോ? ഇത് രസമില്ല. ഇത് കിച്ചനാണ് തോന്നുന്നു ഗ്യാസ്, പക്ഷെ ഇത് തുറന്നിട്ടില്ല. യാ, ദിസ് ഇസ് കിച്ചൻ. പിന്നെ ഫ്രിഡ്ജ്, അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ. ഇതാണ് നമ്മൾ നേരത്തെ തുറക്കാൻ ശ്രമിച്ച റൂം. ഇനി നമ്മളൊരു 8 മണി 8:30 ആയ സമയത്ത് നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വന്നിട്ട് ചോറുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഹോട്ടലിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവർ തന്നെ കൊണ്ടുവന്ന് ഫുഡ് എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്? സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.
ഞാൻ അടുത്ത വീഡിയോ നെക്സ്റ്റ് ഡേ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. കാരണം എനിക്കിതിൽ വലിയ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 10 മിനിറ്റ് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് വീഡിയോ Day 2 ആയിട്ട് റിലീസ് ആവുന്നതാണ്, കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ. അപ്പോൾ ഞാൻ പോയി റെസ്റ്റ് ചെയ്യട്ടെ. ശരി, ബൈ.